ഇന്ന് ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എളുപ്പത്തിലും നല്ല ടേസ്റ്റുമായിട്ടും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് തെമുവിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് ഫ്രിഡ്ജിൽ നമുക്ക് കറിവേപ്പിലയും പുതിനയും മല്ലിയിലൊക്കെ സൂക്ഷിക്കാൻ എളുപ്പമാണ്. 1 കിലോ ഞണ്ടാണ് ഞാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. ഇനി അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 1 കിലോ ഞണ്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കാം. വാർന്നതിന് ശേഷം നമുക്ക് കട്ടിംഗ് ബോർഡ് മേൽ വെച്ചിട്ട് ഈ ഫ്ലഷ് ആയിട്ടുള്ള ഭാഗം നമുക്ക് 2 പീസാക്കി എടുക്കാം. ബാക്കി ഈ കാലിൻ്റെ ഭാഗമെല്ലാം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കണ ആ ഇടിക്കല്ല് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ മസാല ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി 4 മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെക്കാം. ഇഞ്ചി മീഡിയം സൈസ്, വെളുത്തുള്ളി 8 പീസ്, പച്ചമുളക് 2 എണ്ണം, കുരുമുളക് 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് നമുക്ക് പേസ്റ്റ് ആക്കി വെക്കാം. ഇനി 3 തക്കാളിയും ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഒരു 10 ചെറിയുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ സവാള അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി 2 പച്ചമുളകും ചേർത്തതിന് ശേഷം ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളിയും നന്നായി വഴഞ്ഞതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെ ഒക്കെ കുത്തുമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും വേപ്പിലയും ചേർത്ത് ഇനിയും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് അല്പം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മസാല എല്ലാം നന്നായി യോജിച്ചതിന് ശേഷം നമുക്ക് ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മസാല എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ആവശ്യമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി മസാല എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് അല്പം കുരുമുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. ഇനി കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.